ഞങ്ങളുടെ കോളേജിൽ ഇന്ന് ഇലക്ഷനാണ് ഗൈസ്. അപ്പോൾ നേരത്തെ പോയി വോട്ട് ചെയ്തിട്ട് വേഗം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിക്കുന്നു. അപ്പോഴാണ് നുജഹേൻ ടീമിനെയും കാണുന്നത്. അവർ ഞങ്ങളെക്കാട്ടിലൊക്കെ മുന്നേ പോയി വോട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ ഇന്നലെ കോളേജിൽ പോയിരിക്കുന്നതെന്ന്. അല്ലാണ്ട് ഇത്ര നേരത്തേക്ക് വോട്ട് ചെയ്ത് കഴിയും. അപ്പോഴാണ് വിരലിൻ്റെ മുകളിൽ മഷിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നുജഹയൊക്കെ അറിയുന്നത്. അല്ലെങ്കിലും ഞങ്ങളുടെ കോളേജിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മഷി തരം സമ്പ്രദായമൊന്നുമില്ല. വേഗം വോട്ട് ചെയ്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു നേരത്തെ ഇറങ്ങിയത്. അവിടെ ചെന്ന് നോക്കുമ്പോഴല്ലേ മനസ്സിലായത് ഇഷ്ടംപോലെ കുട്ടികൾ അവിടെ നേരത്തെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ പേര് ഞങ്ങളുടെ അടുത്ത് വന്ന് വോട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തൊരു സൗമ്യത, എന്തൊരു ഭവ്യത. ഇതാണ് ഞങ്ങളുടെ കോളേജിൽ അശ്വിനി, ചെയർമാനായിട്ട് മത്സരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം അശ്വിനി. കണ്ടോ, നെഞ്ചത്ത് ബാഡ്ജൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ പോയി വോട്ട് ചെയ്ത് വന്നു. ഇനി ഞങ്ങൾക്ക് ഒരു ചടങ്ങും കൂടെ ഉണ്ട്. അലീഷ ഇന്ന് നാട് കടത്തണം. കുറച്ച് ദിവസം ലീവ് കിട്ടിയതുകൊണ്ട് ആൾ നാട്ടിൽ പോവുക. കുറേ പറഞ്ഞു പോവല്ലേ പോവല്ലേ എന്നൊക്കെ. ചുമ്മാ ഷോ ആ, നാട്ടിൽ പോണതിൻ്റെ ത്രില്ലാണ് ആൾക്ക്. ഇതൊക്കെ കേട്ടാൽ തോന്നുന്നു അവൾ വല്ലപ്പോഴും നാട്ടിൽ പോണ ആളാണ്. ആഴ്ചയിലും വീട്ടിൽ പോണ ആളാണ്. എന്നിട്ട് ഞങ്ങൾ കുറേ നിർബന്ധിച്ച് നിൽക്കാൻ നിന്നത് തന്നെ. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കൊരു അമ്മൂമ്മയെ കിട്ടി. ടാറ്റൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് രണ്ടെണ്ണം കൂടെ. എന്താവോ എന്തോ. അലീഷ ആയതുകൊണ്ടേ വിശ്വസിക്കാൻ പറ്റില്ല. അമ്മൂമ്മയ്ക്കാണെങ്കിൽ വൻ കോൺഫിഡൻസ്, എൻ്റെ കയ്യിൽ നിന്ന് പിടിക്കണ്ട, ഞാൻ ട്രെയിൻ കയറുമെന്നൊക്കെ. അങ്ങനെ രണ്ടെണ്ണം കൂടി കയറി ട്രെയിനിൽ. എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ എത്തുമ്പോഴത്തേക്കും ഈ അലീഷ അമ്മൂമ്മയും ഒരു തൃശ്ശൂർ ഗടിയാക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. അപ്പോൾ ശരി, ഇനി പിന്നെ കാണാം.